ഗൈസ് നല്ല രസമുണ്ടല്ലോ ഈ പൂ നിൽക്കണ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു പേരെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല ചന്തണ്ടാണ്, നിറയെ ഉണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഒരുപാട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു, നമ്മൾ കണ്ടെത്തി പോണതും ഓരോന്ന് പറിക്കണതും ഓരോന്നൊക്കെ ആയിട്ട്. അതൊന്നും ഇപ്പോൾ ഇടലേ ഇല്ലല്ലോ. അപ്പോൾ അധികം കണ്ടത്തിലേക്ക് ഇറങ്ങലില്ല. അത് പറയാം, നല്ല വെയിലാണ്. എൻ്റെ ഫേസൊക്കെ കണ്ടില്ലേ, എന്തൊക്കെയോ അലർജിയൊക്കെ ആയിട്ട് ഇത് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെയിലാണ്ട് കണ്ടത്തിലേക്ക് ഞാൻ വരലില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊരു അത്യാവശ്യം വന്നു. പച്ചമുളക് വേണമായിരുന്നു കറി വെക്കാൻ വേണ്ടിയിട്ട്. അത് പറിക്കാൻ വേണ്ടി കണ്ടത്തിലേക്ക് വേണം. അപ്പോൾ ഞാൻ വെച്ചു എൻ്റെ വീഡിയോ എടുക്കാം, കണ്ടം ജസ്റ്റ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്താട്ടോ. അപ്പോൾ കണ്ടോ, നിറയെ പടവലങ്ങ ഉണ്ട്. പടവലങ്ങ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. അതിനുള്ളിലേക്ക് പാവയ്ക്കൊക്കെ പിന്നെ പോയി, എല്ലാം പോയി, എല്ലാം കഴിഞ്ഞു. ചീരക ഇതൊക്കെ വിത്താക്കാൻ വെച്ചിരിക്കുന്നുണ്ട്. ഇത് പാവയ്ക്ക പടവലങ്ങയുടെ പന്തലാണ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം അങ്ങോട്ടേക്ക് ഇതൊക്കെ വിത്താക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നിർത്തിയാണ്. ബാക്കി നല്ലതൊക്കെ കൊടുത്തു, ആൾക്കാർക്ക് വിറ്റു. പിന്നെ ഫുള്ള് മറ്റേ നമ്മുടെ മെയിൻ സാധനം മധുരക്കിഴങ്ങ്, അതാണ്. ഇതൊന്നും കളയ്ക്കാനായിട്ടില്ല. അമ്മതാ അത് കുറേ ചീര വിത്ത്. എന്താ അമ്മ വരുന്ന നിച്ചൂട്ടി ഉണ്ട് അവിടെ. വഴുതനങ്ങ അറിയണ്ട, വഴുതനങ്ങയൊക്കെ. അയ്യോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഫുള്ള് വെള്ളരിക്കയും കുക്കുമ്പറുണ്ടായത്. അത് ഫുള്ള് പറിച്ചു, അതൊക്കെ വിറ്റഴിച്ചു. ഇപ്പം അച്ഛൻ ആദ്യം വെള്ളരിക്കയുടെ വിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അയ്യോ, ഇപ്പം നല്ല വെയിലുണ്ട് ഗൈസ്. പിന്നെ ഈ ഇങ്ങനെ കുഴിയാക്കി അതിൽ വെള്ളം നിറച്ച് അവിടെ നിന്ന് കോരിയിട്ടായിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ മുളക് പറിക്കാൻ വേണ്ടി വന്നതാണ്. മുളകൊക്കെ എല്ലാവരുമൊക്കെ പഴുത്തു. നമ്മുടെ ഒന്നും അങ്ങനെ അധികം പഴുത്തിട്ടില്ല. പഴുത്തതൊക്കെ ഉണ്ട്, പക്ഷെ പഴുത്തതൊന്നും പറിക്കില്ല കേട്ടോ. അത് നമുക്ക് ഇതിന് വേണ്ടതാണ്, ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെയിലെ കൊണ്ട് കാണുന്നില്ല. പച്ചമുളക് നമ്മൾ പറിക്കലില്ല. അത്യാവശ്യം കറിക്ക് വേണമെങ്കിൽ മാത്രം പറിച്ചെടുക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ പറിക്കലൊന്നുമില്ല കേട്ടോ. നമുക്ക് അതൊക്കെയുണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഈ കത്രികയും കൊണ്ട് എന്തിനാ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. അത് വേറൊരു ആവശ്യത്തിനാണ്. എൻ്റെ മോൻ അവിടെ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്. അമ്മേ